പൊതുവെ എല്ലാവർക്കുമുള്ളൊരു ഡൗട്ടാണ് യൂട്യൂബ് തംബ്നെയിൽ എഐ യൂസ് ചെയ്തുകൊണ്ട് ജനറേറ്റ് ചെയ്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങനെ എല്ലാവർക്കും ഡൗട്ടെല്ലാം വരാം. അതായത് നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതിന് ഇത്തരത്തിൽ എഐ യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു തംബ്നെയിൽ അതുപോലെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? അതുപോലെ ഈ ഒരു തംബ്നെയിലെല്ലാം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഈ ഒരു യൂട്യൂബിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ എഐ യൂസ് ചെയ്തിട്ടുള്ള കണ്ടൻ്റ് ആണോ എന്നത് യെസ് ഓർ നോ എല്ലാം സെലക്ട് ചെയ്യണോ? ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് നോക്കാം. പലർക്കുമുള്ളൊരു ഡൗട്ടാണ്. അതിനാൽ തന്നെയാണ് ഈ ഒരു വീഡിയോ എല്ലാം ചെയ്യുന്നത്. എഐ യൂസ് ചെയ്ത് നമ്മൾ ഒരുപാട് പേർ ഇപ്പോൾ നിലവിൽ തംബ്നെയിലെല്ലാം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ തംബ്നെയിൽ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് യൂട്യൂബിൽ പോളിസിയിലൊന്നും തന്നെ പറയുന്നില്ല. അതായത് തംബ്നെയിൽ നിങ്ങൾ എഐ ജനറേറ്റ് ചെയ്തത് കൊണ്ട് പ്രശ്നമുണ്ടെന്നോ അല്ലെങ്കിൽ പ്രശ്നമില്ല എന്നും പറയുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒട്ടുമിക്ക പേരും, അതായത് ഒട്ടുമിക്ക എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആയെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഫോട്ടോഷോപ്പ് ആണെങ്കിലും ഇനി അല്ല മറ്റു പല ആപ്ലിക്കേഷനിലും നിങ്ങൾക്ക് ഈ എഐ ഫീച്ചേഴ്സ് എല്ലാം തംബ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉപകാരപ്പെടാറുണ്ട്. ഇനി അതുമല്ല ChatGPT യൂസ് ചെയ്തായാലും ഇതുപോലെയുള്ള പലവിധ ആപ്ലിക്കേഷൻസ് എല്ലാം യൂസ് ചെയ്ത് നമുക്ക് എഐ ജനറേറ്റ് ചെയ്തിട്ടുള്ള തംബ്നെയിലെല്ലാം വളരെ ഈസിയായി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു തംബ്നെയിൽ എഐ ജനറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ യെസ് ഓർ നോ കൊടുക്കണോ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാകാം. എന്നാൽ ഇത് നോ എന്ന് തന്നെ സെലക്ട് ചെയ്യുക. കാരണം നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റ്, അതായത് നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും ഓൾട്ടേഡ് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് 3 കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എഐ ജനറേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ആണോ എന്നറിയുന്നതിന്. അതായത് ഓൾട്ടേഡ് അല്ലെങ്കിൽ എഐ യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാമാണ് ആ ഒരു കാറ്റഗറിയിലെല്ലാമാണ് വരുന്നത് എങ്കിൽ തീർച്ചയായും നമ്മൾ അത് യെസ് എന്നാണ് കൊടുക്കേണ്ടത്. എന്നാൽ നമ്മുടെ വീഡിയോ കണ്ടൻറ്റിൽ നമ്മൾ എഐ ഒന്നും യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ ഓൾട്ടേഡ് കണ്ടൻറ്റോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് തംബ്നെയിൽ നിങ്ങൾ എഐ ജനറേറ്റ് ചെയ്തുകൊണ്ട് കൊടുത്തു എന്നതുകൊണ്ട് ഇത് യെസ് എന്ന് കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ നിങ്ങൾ നോ എന്ന് തന്നെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, എഐ യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു തംബ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം അഡീഷണലായി ചെയ്യുന്നതെല്ലാം ഗുണം ചെയ്യും. അതായത് എഐ യൂസ് ചെയ്ത് ഇപ്പോൾ ChatGPT അല്ലെങ്കിൽ മറ്റു ആപ്ലിക്കേഷനെല്ലാം യൂസ് ചെയ്ത് തംബ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്ത് ഡയറക്റ്റായി നിങ്ങളത് അപ്ലോഡ് ചെയ്യാതെ അതിൽ കുറച്ച് വ്യത്യാസമെല്ലാം വരുത്തുകയാണെങ്കിൽ, അതായത് ചെറിയ ആൾട്രേഷനെല്ലാം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനെല്ലാം യൂസ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ ChatGPTയിൽ ഒരു തംബ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്തു. ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അത് ഡയറക്റ്റായി അപ്ലോഡ് ചെയ്യാതെ ഞാൻ ഏതെങ്കിലും എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ, ഉദാഹരണമായി ക്യാൻവയിലെല്ലാം തന്നെ ആ ഒരു തംബ്നെയിൽ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ചെറിയ ഓൾട്രേഷൻ എല്ലാം വരുത്താനെല്ലാം സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഫോട്ടോസ് എല്ലാം കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ചില ഫോൺസ് എല്ലാം യൂസ് ചെയ്ത് കുറച്ച് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാം. ഇങ്ങനെ നിങ്ങളുടേതായ ഒരു ടച്ച് കൂടി അതിലേക്ക് കൊടുത്തതിന് ശേഷം ഇത് എക്സ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി സേഫ് ആയിരിക്കും എന്ന് കരുതി എഐ യൂസ് ചെയ്ത് ഒരുപാട് പേർ നിലവിൽ ഈ ഒരു തംബ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും ഈ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. എങ്കിൽ കൂടി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എഐ യൂസ് ചെയ്ത് പലപ്പോഴും തംബ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ പലവിധ കാര്യങ്ങളും നമ്മുടെ തംബ്നെയിലെല്ലാം വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന തംബ്നെയിലിൽ മിസ്ലീഡിങ് ഇൻഫർമേഷൻ ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതായത് നമ്മുടെ കണ്ടൻറ്റുമായി മാച്ച് ചെയ്യാത്ത തരത്തിലുള്ള ടൈറ്റിൽ അല്ലെങ്കിൽ വേറെ ഇൻഫർമേഷൻ എല്ലാമാണ് വരുന്നതെങ്കിൽ ഇത് മിസ്ലീഡിങ് ആയ തംബ്നെയിലാണ്. അതുപോലെയുള്ള കുറച്ച് സാധാരണ നമ്മൾ തംബ്നെയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ടതായ കുറച്ച് പോളിസി കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ പോളിസി എല്ലാം അനുസരിച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു തംബ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ഞാൻ അഡീഷണലായി ചെയ്യുന്ന ഒരു സേഫ്റ്റിക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. മറ്റു ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ഞാൻ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു തംബ്നെയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയ ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് ചെയ്ത് ഇതാണ് ഞാൻ സാധാരണ വീഡിയോയിൽ തംബ്നെയിലായി എല്ലാം ആഡ് ചെയ്യാറ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടി ഒരു സേഫ്റ്റി എല്ലാം തരുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള യൂട്യൂബ് റിലേറ്റഡായ നല്ല നല്ല ഇൻഫർമേഷൻ എല്ലാം ലഭിക്കുന്നതിന് ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്